ഹലോ ഹലോ MHSലെ ടീച്ചറല്ലേ? അജിത ടീച്ചർ അല്ലേ? ആ അതെല്ലോ, മനസ്സിലായില്ല. ഞാൻ ടീച്ചർ ക്ലാസ്സിലെ അർജുൻ്റെ അമ്മയാണ്. ഓ, അർജുൻ്റെ അമ്മ അല്ലേ? എപ്പോഴാ നാട്ടിലെത്തിയേ? അയ്യോ, അതിന് ഞാൻ എവിടെയും പോയിട്ടൊന്നുമില്ലല്ലോ. നിങ്ങൾ ലണ്ടനിലല്ലേ? അർജു അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുണ്ടായത്. എൻ്റെ ടീച്ചറെ, എനക്ക് പാസ്പോർട്ട് പോലും ഇല്ല, പിന്നെ ഞാൻ എങ്ങനെ ലണ്ടനിൽ പോവാനാണ്? അർജു സ്കൂളിലെ എല്ലാ ടീച്ചർമാരോടും നിങ്ങളുടെ എബ്രോഡിലാണെന്നാണല്ലോ പറഞ്ഞിട്ടുണ്ടായത്. നമ്മളിപ്പോൾ ആൻസർ ഷീറ്റ് കൊടുത്താലും അവൻ ഗ്രാൻഡ് പാരൻസിനെ കൊണ്ടാണ് സൈൻ ചെയ്യിപ്പിച്ചിട്ട് വരുന്നത്. പിന്നെ അവരോടൊന്ന് മീറ്റിങ്ങിന് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പറയും അവർക്ക് തീരെ നടക്കാൻ വയ്യ, അതുകൊണ്ട് വരൂല അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാം അതുപോലെയാണ് ചിന്തിച്ചിട്ടുണ്ടായത് കേട്ടോ. അയ്യോ, അതിന് അവൻ്റെ ഗ്രാൻഡ് പാരൻസ് മരിച്ചിട്ടാണ് ഇപ്പോൾ വർഷങ്ങളായി. ഓ, അങ്ങനെയാണല്ലേ. അവനുണ്ടല്ലോ ക്ലാസ്സിൽ സ്ഥിരം ഫോൺ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ പേരൻസ് അബ്രോഡ് ആയതുകൊണ്ട് അവർ ഈ ടൈമിൽ കോൾ ചെയ്യും, അപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. അതുകൊണ്ട് നമ്മളെല്ലാവരും പെർമിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അവന് ഫോണിൻ്റെ. എൻ്റെ ടീച്ചറെ, എന്നാൽ ഇവൻ എന്തെല്ലാനായി ഒപ്പിച്ച് വെക്കുന്നു? ടീച്ചറെ കാലിൻ്റെതെല്ലാം ശരിയായാ? അതിന് എനിക്ക് കാലിന് ഒരു കുഴപ്പമില്ലല്ലോ. ടീച്ചറല്ലേ വീണിട്ടെങ്ങാനും കാലിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞെന്ന് പറയുന്നുണ്ടായത് അവൻ. ദൈവം സഹായിച്ചിട്ട് എൻ്റെ കാലിന് ഇതുവരെ കുഴപ്പമൊന്നുമില്ല കേട്ടാ. ചെറിയ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കിടക്കുമെന്ന്, അതുകൊണ്ടാണ് മാത്സിൻ്റെ പേപ്പർ കിട്ടാത്തതെന്നാണ്, ആൻസർ ഷീറ്റ് കിട്ടാത്തതെന്നാണ് അവൻ പറയുന്നുണ്ടായത്. ഞാൻ ആൻസർ ഷീറ്റ് കൊടുത്തിട്ട് ഇപ്പം മാസം 2 ആയി. പക്ഷെ അവൻ ആൻസർ ഷീറ്റിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്രാൻഡ് പാരൻസ് ആയിരിക്കുമല്ലോ, അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുണ്ടായത്. പിന്നെന്ന് വെച്ചാൽ എക്സാമിന്, എൻ്റെ മാത്സ് എക്സാമിന് അവൻ ഫെയിലാണ് കേട്ടോ. അവനെന്നാ നമ്മളെ കാണിച്ചിട്ടില്ല കേട്ടോ. ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല, കാണിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ നിന്നൊരു വസ്തു പഠിക്കൂല്ല. നിങ്ങളൊരു കാര്യം ചെയ്തേക്ക്, നിങ്ങളെ ഫോൺ നമ്പർ ഒന്ന് എനിക്ക് തന്നേക്ക്. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാലോ. അപ്പോൾ അല്ലാണ്ട് ഓൻ്റെ തട്ടിപ്പും കാര്യങ്ങളും നമുക്ക് പിടുത്താൻ കിട്ടൂല. ആ ഓക്കെ, 9470765221. എന്നാൽ പിന്നെ ശരി കേട്ടോ, പിന്നെ കാണേ.